പ്രിയമുള്ളവരെ നമസ്കാരം. A1 ന്യൂസിന്റെ സെഡ് മൊബൈൽ അവതരിപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു ഉത്തരം നമ്മൾ ഇന്ന് ചെറുപുഴ ടൗണിലാണുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെഡ് മൊബൈലിന്റെയും A1 ന്യൂസ് ചാനലിന്റെയും. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഇന്നോട്ട് ആരംഭിക്കുകയാണ്. പുതിയ ചോദ്യങ്ങൾ, പുതിയ പുതിയ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഹായ് ചേട്ടാ, നമസ്കാരം. ഓണാശംസകൾ, ഓണാശംസകൾ. ഇത് നമ്മുടെ ചെറുപുഴയിലെ A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം പ്രോഗ്രാമാണ്. എവിടെ പോയതാ? അതല്ലേ, ഓണമൊക്കെ എവിടെ വരെയായി? അതെ അല്ലേ, എവിടെ താമസം? എവിടെയാ? കുളിക്കാം അല്ലെ? ഒരു ചെറുപുഴ വന്നായിരിക്കും അല്ലെ? മോളോ പേര്? സ്ഥലം എവിടെ? പുളിങ്ങാത്ത് തന്നെ. മോളായിരിക്കും അല്ലെ? പഠിക്കുന്നുണ്ടോ? അതെയോ. ഇത് നമ്മുടെ A1 ചാനലിന്റെ സെഡ് മൊബൈൽ അവതരിപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു ഉത്തരം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറയും പിന്നെ എന്താ പറയാ, അതിന്റെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല, അല്ല അവിടെ കുറെ പേരുണ്ട്, ഇവിടെ കുറെ പേരുണ്ട്. പക്ഷെ നമ്മളെ ചോദ്യം എന്താ വെച്ചാല് രണ്ടക്ഷരം പോയാൽ ഒന്നാവുന്നൊരു വാക്ക് എന്താ പറയുന്നത്? രണ്ടക്ഷരം പോയാൽ ഒന്നാവും. ഒരു കുസൃതി ചോദ്യമാണ്. രണ്ടക്ഷരം പോയാൽ ഒന്നാവും, അറിയോ? രണ്ടക്ഷരം പോയാൽ ഒന്നാവും, അറിയില്ല അല്ലേ? ഇതിനോട് ഹലോ, നമസ്കാരം. നമസ്കാരം. മോനെന്താ പേര്? ശ്രീരാഗ്. പഠിക്കുന്നുണ്ടോ? അപ്പൊ ആദ്യം തന്നെ ഓണാശംസകളെ A1 ചാനലിന്റെയും സെഡ് മൊബൈലിന്റെയും. ഇത് പിന്നെ ഒരു ചെറിയ കുസൃതി ചോദ്യം. നമ്മളിപ്പോ പറയാറുണ്ട് പിന്നെ അവനൊറ്റയ്ക്കാണ്, ഇവനൊറ്റയ്ക്കാണ്, ഞങ്ങൾ രണ്ടുപേരുണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇത് രണ്ടക്ഷരം പോയ ഒന്നാവുന്നൊരു വാക്ക് എന്താ പറയുക? ഒരു കുസൃതി ചോദ്യമാണ്. രണ്ടക്ഷരം പോയ ഒന്നാവും. പെട്ടെന്ന് ഉത്തരം പറയാം, പെട്ടെന്ന് സമ്മാനമാകാം, ഓണം അടിച്ചു പൊളിക്കാം. നല്ല സമ്മാനം കിട്ടും. രക്ഷയില്ല. ഓക്കെ. ഹായ്, നമസ്കാരം. ഓണാശംസകൾ. ചേച്ചി ഓണാശംസകൾ. ഇങ്ങോട്ട് ഇറങ്ങി ചേച്ചി. എന്താണ് മാടിച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ A1 ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന പ്രോഗ്രാമാണ്. ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, സമ്മാനം മേടിക്കുന്നു, ഓണം അടിച്ചു പൊളിക്കും. അത്രേ ഉള്ളൂ. പേര് സാബോട്ട്. ഡ്രൈവർ അല്ലേ? താമസം അറിയാം, എന്നാലും പ്രേക്ഷകർക്ക് അറിയണമല്ലോ. നമ്മളിപ്പോ പറയാറുണ്ട് പിന്നെ ആരുമില്ല വീട്ടില്, ഞാൻ ഒറ്റയ്ക്കാണ്, പിന്നെ അവരല്ല അവരൊന്നായി, ഇവരൊന്നായി, അവർ പിരിഞ്ഞു പോയി ഒക്കെ പറയും. എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ ചെറിയൊരു കുസൃതി ചോദ്യമാണ്. രണ്ടക്ഷരം പോയ ഒന്നാകുന്ന എന്താണെന്നറിയാം? രണ്ടക്ഷരം പോയ ഒന്നാവും. കുസൃതി ചോദ്യം എളുപ്പം പറയണം, അധികം ആലോചിക്കാൻ വലിയ തല പോയേണ്ട കേസൊന്നുമില്ല. സിമ്പിൾ ചോദ്യമാണ്. രക്ഷയില്ല. ഓക്കെ, ഓണാശംസകൾ. ഓണാശംസകൾ ചേച്ചി. ഒന്ന് കണ്ടു നോക്കാം. ഏതായാലും ഓണമല്ലേ? ഹായ്, ഓണത്തിന്റെ എല്ലാവർക്കും നിങ്ങൾ റെഡി അല്ലേ? നമസ്കാരം. പേരെന്താ? ഇർഫാൻ. ഫാസിൽ. എവിടെ നിങ്ങൾ താമസം? പൂക്കളൊക്കെ എവിടെ കൊണ്ടുവരുന്നോ? ബാംഗ്ലൂർ. ആദ്യമായിട്ടാണോ? എല്ലാ വർഷവും ഉണ്ടോ? എല്ലാ വർഷവും ഉണ്ടോ? ഇവിടെ ചെറുത് തന്നെ വരുമോ? എങ്ങനെയുണ്ട്? പൂവിനൊക്കെ വില കൂടുതലാണോ കുറവാണോ? അതല്ലേ, എങ്ങനെയുണ്ട്? ആൾക്കാർ വരുന്നുണ്ടോ? ഓണത്തിന് വൈബ് വന്നിട്ടില്ല അല്ലേ? നാളത്തേക്കാവും. അപ്പൊ ഇത് നമ്മൾ എന്താ വെച്ചാൽ ചെറിയ പ്രോഗ്രാം, ഒരു ചോദ്യം. A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യം ചോദിക്കുന്നു, സമ്മാനം കൊണ്ടുപോകുന്നു നിങ്ങൾ. ഓക്കെ, റെഡിയല്ലേ? ഈ നമ്മളൊക്കെ പറയാറുണ്ട് പിന്നെ അവൻ തനിച്ചാണ്, അവിടെ ആരുമില്ല, ഇവിടെ ആരുമില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ? അവിടെ ആൾക്കാരുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയും. പക്ഷെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്നൊരു സംഭവം എന്താ പറയുക? ഒരു കുസൃതി ചോദ്യം. ഓക്കെ, താങ്ക് യു. ഇതാ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്നത് ഫോൺ. PHON. അതിൽ PH പോയാൽ 1 ONE 1. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഏതാണ് ഓണ സമ്മാനമായിട്ട് ഫസ്റ്റ് സമ്മാനം? എന്താ പേര്? ഫാസിലിനാണ്. ഫാസിലിന് A1 ന്യൂസിന്റെയും സെഡ് മൊബൈലിന്റെയും ഒരുപാട് ഓണാശംസകൾ. കേട്ടോ മോനെ, സമ്മാനം. ഓക്കെ, പൂക്കളെ കണ്ടോളൂ കേട്ടോ, അടിപൊളി. നമ്മുടെ കുറെ ഓട്ടോ സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, പറഞ്ഞോളൂ. പേര്? സജി. കൃഷ്ണേട്ടൻ. അപ്പൊ കൃഷ്ണേട്ട, രാജേഷ്, എല്ലാവരും കൂടെ പിന്നെ
ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. അപ്പോ നമ്മളൊക്കെ സാധാരണ സാധനങ്ങൾ വാങ്ങാൻ പിന്നെ ചാക്ക് കൊണ്ടുപോകാറുണ്ട്, ബാഗ് കൊണ്ടുപോകാറുണ്ട്, ബിഗ് ഷോപ്പർ അല്ലെ, സഞ്ചിയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഒരു സഞ്ചിയിൽ പൂച്ച കയറി എന്ത് പറയും? ഒരു കുസൃതി ചോദ്യം, പെട്ടെന്ന് പറയണം. ആര് പറയുന്ന അവർക്ക് സമ്മാനം. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ചോദ്യത്തിന് സമ്മാനം അടിച്ചിരിക്കാണ്. ഒരുപാട് അഭിനന്ദനം. അപ്പൊ ഓണാശംസകൾ. സെഡ് മൊബൈൽ നൽകുന്ന മനോഹരമായ സമ്മാനമാണ്. ഓക്കെ, സെഡ് മൊബൈൽ പോകണം. അപ്പൊ A1 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സഞ്ചിയിൽ പൂച്ച കയറിയാൽ കിറ്റ് ക്യാച്ച്. ഓക്കെ, നമസ്കാരം ചേച്ചി. പേര് പറഞ്ഞോ? ഒച്ച പറഞ്ഞോ, പേടിക്കൊന്നും വേണ്ട. ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു, സമ്മാനം മേടിക്കും. റിസ്ക് ഒന്നും ഇവരെ കുസ്തി ചോദ്യം. നമുക്കെല്ലാം പക്ഷികൾ ഇഷ്ടമല്ലേ അല്ലേ? അപ്പൊ അതിന് ഓണാശംസകളെ. A1 ന്യൂസിന്റെ സെഡ് മൊബൈലിന്റെ ഓക്കെ, ഓണാശംസകൾ എല്ലാവർക്കും. പക്ഷികൾ ഇഷ്ടമല്ലേ എല്ലാവർക്കും? അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കും, നിങ്ങൾ ആരിൽ ആദ്യം പറയുന്നു അവർക്ക് സമ്മാനമാണ്. പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേര് പറയാൻ പറ്റുമോ? പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷി പറ്റുമോ? അല്ല, പച്ചത്തല്ല, പച്ചക്കറി ഇല്ല. നമ്മൾ ഒരുപാട് പച്ചക്കറികളില്ലേ, അതിൽ ഒരു പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, നമസ്കാരം സാറേ. നമസ്കാരം. സാറിന്റെ പേര്? യോണി. ഇത് നമ്മുടെ ചെറുപുഴ A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഓണമൊക്കെ എങ്ങനെയായി? നല്ലതായിട്ട് പോകും. അടിപൊളി. അപ്പോ പിന്നെ സാറിന് അറിയാത്തവരില്ല, കാര്യം ഇവിടുത്തെ ഓരോ വണ്ടിയുടെ സാർ. അപ്പോ നമ്മൾ ചെറിയൊരു കുസൃതി ചോദ്യമായിട്ടാ വന്നേക്കുന്നത്. അപ്പൊ ഉത്തരം പറയുന്നു, സമ്മാനം വാങ്ങുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്കെല്ലാം ഈ പക്ഷികൾ ഒരുപാട് ഇഷ്ടം അല്ലെ? പക്ഷേ ഈ നമ്മളെ ഒരുപാട് പച്ചക്കറികൾ ഉപയോഗിക്കുന്നത്. അതിൽ ഒരു പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര്. അല്ല, അങ്ങനല്ല, പച്ചക്കറിയുടെ പേര്. ഒരുപാട് പച്ചക്കറി ഇല്ലേ? ഇപ്പൊ പടവലങ്ങ, പാവയ്ക്ക, കോവയ്ക്ക ഒക്കെ ഇല്ലേ? അതുപോലെ പറയുന്ന ഒരു പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര്. സാറിന് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. കവളങ്കളി. ഇല്ല, അത് പച്ചക്കറിയുടെ പേര് വരുന്നില്ലല്ലോ. എനിക്കും ഐഡിയ ഒന്നുമില്ല. ഇല്ല. ഓക്കെ സാറേ, ഓണാശംസ. ഓണാശംസ. ഓണം ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ വയനാട് വന്നോണ്ട് നമുക്ക് ദുഃഖമാണ്. അപ്പൊ ഞാൻ പിന്നെ ചേട്ടാ, ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഉത്തരം പറഞ്ഞ കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. എന്റെ പേര് ബിജു. ബിജു ഏട്ടാ, നമ്മള് പിന്നെ ചോദ്യം, ഞാൻ ചെറിയ ചോദ്യം ചോദിക്കും, ഒന്ന് പറയാൻ പറ്റുമോ? ശ്രമിക്കോ? നല്ലൊരു സമ്മാനമുണ്ട്. ഇത്ര പറയാനുള്ളൂ. ചോദ്യം ഉത്തരം നിങ്ങൾ പേടിക്കണ്ട. ആന അലറലോട് അലറി, അതിന്റെ പിടലി ഇടറലോട് ഇടറി. ആന അടലോടറി, അയറ് ഇടറി. ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് വേണ്ടി മാത്രം, എന്റെ ബിജുവേട്ടനെ വേണ്ടി മാത്രം. ബിജുവേട്ടാ, ആന അലറലോട് അലറി, അതിന്റെ പിടലി ഇടറലോട് ഇടറി. നടക്കല്ല. അപ്പൊ പറഞ്ഞു നോക്കിയേ. ആന അടലോട് അലറി, ഇതിനോട് ഇടറി. അത് നടക്കാതെ. അപ്പൊ നമുക്ക് ഇതിനോട് കൂടി ഗുഡ് ബൈ പറയാം. ഒറ്റ പ്രാവശ്യം നോക്കിയാലോ? ഒറ്റ പ്രാവശ്യം. ഓണത്തിന്റെ എല്ലാവിധ ആശ്രമത്തോടും. ഓക്കെ, താങ്ക് യു. ഒറ്റ പ്രാവശ്യം കൂടെ നോക്കണം. വേണ്ട. ഈസിയാണ്. ഒന്നോട് നോക്കാം. ലാസ്റ്റ് പ്ലീസ്. ഓണല്ലേ? ആന അലറലോട് അലറി, അതിന്റെ പിടലി ഇടറലോട് ഇടറി. അത്രേ ഉള്ളൂ. പറഞ്ഞു നോക്കേ. ആന അലറലോട് അലറി, അതിന്റെ പിടലി ഇടറലോട്. ആന അടലോടറി, അതിന്റെ എതിരോടറി ഇററി. ഓക്കെ, ഓണത്തിന്റെ എല്ലാ പ്രിയമുള്ളവരെ, ഓണം വരവായി. ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ ചെറുപുഴ നാട് ഇതാ ഉണർന്നു കഴിഞ്ഞു. പൂക്കളുടെ കൂമ്പാരം. പൂക്കൾ വാങ്ങാനെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്കിവിടെ രണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അവർ നല്ല ഗ്ലാസ് ഒക്കെ വെച്ച് ഗെറ്റപ്പിൽ നിൽക്കുക. അപ്പൊ നമുക്കൊന്ന് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. എന്താ മോളെ പേര്? മോന്റെ പേരോ? ഇതാരും മോനെ ഗ്ലാസ് വാങ്ങി തന്നെ? അടിപൊളി കേട്ടോ. ലാലേട്ടൻ ലുക്ക് ഉണ്ട് കേട്ടോ. ചേച്ചി പേരോ? എവിടെയാ സ്ഥലം? എവിടെയാ? ചെറുപുഴ. ഓണത്തിന്റെ പർച്ചേസിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? ഇത് നമ്മളെ A1 ന്യൂസ് ചാനലുണ്ട് ചെറുപുഴ. സബ്സ്ക്രൈബ് ചെയ്യണം. A1 ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, സമ്മാനങ്ങൾ വാങ്ങി പോകുന്നു. നമുക്കെല്ലാം പക്ഷികൾ ഇഷ്ടമല്ലേ? അല്ല മോനെ, പക്ഷികൾ ഇഷ്ടമല്ലേ? നോക്കോ. അതെ,
അപ്പൊ എന്റെ ചോദ്യം പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുണ്ട്. പക്ഷിയുടെ പേര് ഒരു കുസൃതി ചോദ്യമാണ്. പറയാൻ പറ്റുമോ? പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര് ഓന് പറയാൻ പറ്റുമോ? രക്ഷയില്ല. നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഈ ഒരു പക്ഷിയുടെ പേര് ഹലോ നമസ്കാരം. നമസ്കാരം. പേര് പറ. ബിന്ദു. അമ്മയും മക്കളും ആയിരിക്കും അല്ലെ? ഓണത്തിന്റെ പർച്ചേസിംഗ് ഇറങ്ങിയാണോ? ആ, ഷോപ്പ് ഉണ്ടാ? പിള്ളേരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എവിടെ? അതെ. ചേച്ചി ഈ നമ്മളെ A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു, സമ്മാനം മേടിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു. ഓക്കെ. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പക്ഷികൾ ഇഷ്ടമല്ലേ? അല്ല മോളെ, പക്ഷികൾ തത്ത, പ്രാവും എന്തൊക്കെയുണ്ടല്ലേ? എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ കുസൃതി ചോദ്യമാണ്. പച്ചക്കറിയുടെ പേര് തോന്നുന്ന ഒരു പക്ഷിയുടെ പേര് പറയാൻ പറ്റും? അല്ലല്ല, പച്ചക്കറിയുടെ പേര് വരുന്നില്ലല്ലേ? ഉത്തരം ആലോചിക്കാല്ലോ, കുസൃതി ചോദ്യ. ഓക്കെ, ഓണാശംസകൾ A1 ന്യൂസിന്റെയും അതുപോലെ സെഡ് മൊബൈലിന്റെയും. സബ്സ്ക്രൈബ് ചെയ്യണം. ചേച്ചി നമസ്കാരം. മോളെ വാ. പിന്നെ പേര്? എന്റെ പേര് മിനി. സൗണ്ടിൽ പറ. ഓണത്തിനൊരു വൈബൊന്നും ഇല്ലല്ലോ. എന്ത് ജലദോഷമാണോ? അതൊക്കെ മാറും. ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. നമ്മുടെ A1 ന്യൂസ് ചെറുപുഴയിലുള്ള സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പിന്നെ നമ്മുടെ സെഡ് മൊബൈൽ തിരുമേനി റോഡില്ലേ, അപ്പോൾ ഷോപ്പ് നല്ല ഷോപ്പാണ്. ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ പോവാം. അപ്പൊ ഞങ്ങൾ ചെറിയൊരു കുസൃതി ചോദ്യം ഇട്ടോ A1 ന്യൂസിന്റെ സെഡ് മൊബൈൽ അവതരിപ്പിക്കുന്ന ഒരു ചോദ്യം ഒരു ഉത്തരം. നമുക്കെല്ലാം പിന്നെ ഈ പക്ഷികൾ ഒരുപാട് ഇഷ്ടമല്ലേ? അല്ലേ? നമുക്ക് ഇഷ്ടമല്ലേ? അപ്പൊ എന്റെ കുസൃതി ചോദ്യം എന്താന്ന് വെച്ചാല്, അമ്മ മോൾ ആരാ സമ്മാനം വാങ്ങാൻ നമുക്ക് നോക്കാം. പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര് പറയാൻ പറ്റും? ഒരുപാട് പച്ചക്കറികളില്ലേ? അതിലൊരു ഒരു പച്ചക്കറിയുടെ ആ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേരുണ്ട്. നിങ്ങൾ എന്തായാലും സമ്മാനം അടിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു, ആർക്കും അറിയില്ല. പക്ഷേ ഇല്ലല്ലേ? ഇല്ല. എന്നാ ഓണാശംസകൾ. ഹായ് പ്രിയപ്പെട്ട ചെറുപുഴ നിവാസികളെ, നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെ, ഒരുപാട് നമ്മളെ ചങ്ക് ബോസിനെ കിട്ടിയിട്ടുണ്ട് കുറെ പേര്. ഇവരെല്ലാം കൂടെ ഒരു പക്ഷെ ഇവര് ഭയങ്കര ബുദ്ധിമാന്മാരെ, ചിലപ്പോൾ സമ്മാനം കൊണ്ട് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം ചോദിച്ചോക്കാം. ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. അതിന്റെ പേര് പറഞ്ഞോളൂ. എല്ലാ സ്ഥലം അതല്ലേ? അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കും. ആര് ഫസ്റ്റിലെ പറയുന്ന അവർക്ക് സമ്മാനം. ഓക്കെ, ആര് ഫസ്റ്റിലെ പറയുന്ന അവർക്ക് സമ്മാനം. പുറത്ത് പറഞ്ഞു കൊടുക്കല്ലേ? ഒരു മിനിറ്റ്, ഒരു ചോദ്യം ചോദിക്കും. നമ്മൾ ചോദിക്കും. ഒരു മിനിറ്റ്. അപ്പോ നമുക്കെല്ലാം പക്ഷികൾ ഇഷ്ടമല്ലേ? അല്ലെ? പക്ഷികൾ ഇഷ്ടമില്ലാത്തവരുണ്ടോ? ഒരുപാട് പക്ഷികളുണ്ട്. നമ്മളെ ചോദ്യം എന്താന്ന് വെച്ചാല്, പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേരുണ്ട്. ആര് പെട്ടെന്ന് പറയുന്ന അവർക്ക് സമ്മാനം. നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കൊടുത്തരാം. ഇതാ ഓണത്തിന് അടിച്ചു പൊളിക്കാൻ നല്ല സെഡ് മൊബൈലിന്റെ മനോഹരമായ സമ്മാനമാണ്. അതിൽ പക്ഷിയുണ്ടോ? തക്കാളി പക്ഷിയുണ്ടോ? തക്കാളി പനിയേ ഉള്ളൂ. ഓക്കെ ബ്രോ. അപ്പൊ നമ്മളെ A1 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യണം. അവരെ സെഡ് മൊബൈൽ തിരുമേനി റോഡിലെ എല്ലാവരും പോവാം. മൊബൈലൊക്കെ അവിടെ നിന്ന് എടുക്കാം കേട്ടോ. നല്ല വിലക്കുറവിൽ നല്ല സാധനങ്ങൾ കിട്ടും. ഓക്കെ. ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, സമ്മാനം വാങ്ങുന്നു, പോകുന്നു. കുസൃതി ചോദ്യം. പേരെന്താ? പേര് രാജൻ. സ്ഥലം എവിടെയാ? ഓണാലും അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലല്ലേ? നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല്, ഈ നമുക്ക് പക്ഷികളൊക്കെ ഇഷ്ടമല്ലേ? അല്ല, അത് വേണ്ട. നിങ്ങൾക്ക് വേറെ നല്ലൊരു ചോദ്യം ആയിക്കോട്ടെ. അത് വേണ്ട, പിള്ളേരെ ചോദിക്കുന്ന ചോദ്യം. ഞാൻ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞാൽ മതി. നോക്കാം. ചോദ്യം ഉത്തരക്കാൻ റിസ്ക്കാ. ഇതാകുമ്പോ നിങ്ങൾക്ക് ഞാൻ പറയുന്നു, അത് കേട്ട് നിങ്ങൾ പറയുന്നു, സമ്മാനം വാങ്ങും. ചോദ്യം ഉത്തരം അറിയില്ലേ പ്രശ്നമാവും. ഇതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല.
ഞാൻ പറയുന്നു, അത് കേട്ട് നിങ്ങൾ പറയുന്നു, ഉത്തരം എളുപ്പമുണ്ടല്ലോ കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ആന അലറലോട് അലറി, അതിന്റെ പിടലി ഇടറലോട് ഇടറി. ആന അലറോട് അലറി അതിന്റെ പെടലി ഇടലോട് ഇടറി. അങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ച്. ആന അലറലോട് അലറി, അതിന്റെ പിടലി ഇടറലോട് ഇടറി. ആന അലറലോട് അലറി, അതിന്റെ പിടലി ഇടറലോട് ഇടറി എന്ന് പറയണം. ആന അലറോട് അലറി അതിന്റെ പെടലി ഇടലോട് ഇടറി. കേട്ടാവോ? ആന അലറി അല്ലാതെ പറയാൻ ശ്രമിക്കട്ടെ. ആന അലറലോട് അലറി, ആന അലറി ഓടി വന്ന് കഴിഞ്ഞിട്ട് ശേഷം മാത്രല്ല ഇത്. അപ്പൊ ആന ഓടിയിട്ട് വരട്ടെ. അപ്പൊ ഓണാശംസോട്. ഓക്കെ, ഓണാശംസ. അല്ല, നമസ്കാരം. എല്ലാരും ഓണത്തിന്റെ പൂവൊക്കെ വാങ്ങാൻ ഇറങ്ങി അല്ലേ? പേര്? ജീന, മഹിജ, അമൃത. എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? അക്കൗണ്ടന്റ് ആയിട്ട് സ്ഥലം അങ്ങനെ ഓണമൊക്കെ എവിടെ വരായി? അതല്ലേ. നമ്മുടെ A1 ന്യൂസ് ചെറുപുഴ A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. അപ്പൊ ആദ്യം തന്നെ പറയാം, A1 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ സെഡ് മൊബൈൽ നമ്മൾ തിരുമേനി റോഡില്ലേ, ഒരുപാട് നല്ല ഐറ്റംസ് ഫോണൊക്കെ വന്നിട്ട് ഫോണൊക്കെ വാങ്ങാൻ അവിടെ തന്നെ പോകണം. നല്ല വിലക്കുറവിൽ നല്ല സാധനങ്ങൾ കിട്ടും. ഇത് നമ്മൾ A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വന്തം, പക്ഷെ അത് നമ്മളെക്കാളും ഏറ്റവും കൂടുതൽ മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത്. ആദ്യം പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം ഒരു ഉത്തരം. ആ ചോദ്യം കഴിഞ്ഞ് ഉത്തരം മേടിച്ചു. ഫസ്റ്റ് സമ്മാനം അടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തമാണ്, പക്ഷെ നമ്മളെക്കാൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർ. എന്താണ്? ഏതായാലും ഓണമൊക്കെ അല്ലേ, നിങ്ങൾക്ക് ഒരു സമ്മാനം തരണം. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. ഏതായാലും സമ്മാനം ഒരാൾ മാത്രം അങ്ങനെ കൊണ്ടോട്ടാ. അപ്പൊ ഒറ്റ ചോദ്യം കൂടെ ചോദിക്കാം. ഇത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറാണ്, ഓണം സ്പെഷ്യൽ ഓഫർ. നമുക്കെല്ലാം പക്ഷികൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ? പക്ഷികൾ ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. പക്ഷെ പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേരുണ്ട്. സത്യോ? വേഗം പറയണം, അധികം സമയമില്ല. പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര്. രക്ഷയില്ല. മലയാളം തന്നെ. ഇനി നിങ്ങൾക്ക് സമ്മാനം ഇല്ല കേട്ടോ, ഒന്ന് വാങ്ങിയതാണ്. അത് അത്യാഗ്രഹമായി പോകും. അല്ലല്ലടാ, അത് വേണ്ട. സപ്പോർട്ടിങ് വേണ്ട. അത് വേണ്ട. അവർക്ക് അതിനുള്ള ബുദ്ധി. അപ്പൊ രക്ഷയില്ലല്ലേ? ഇല്ല, ആലോചിക്കാൻ സമയമില്ല. ഇല്ല, വേറെ എളുപ്പ ചോദ്യമല്ലേ? വലിയ PSC ക്വസ്റ്റ്യൻ ഒക്കെ നല്ലല്ലോ. ഇത് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര്. രക്ഷയില്ല. ഓക്കെ, ഓണാശംസകൾ. നമസ്കാരം. ഓണം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചല്ലേ? അടിപൊളിയല്ലേ ഓണം എന്ന് പറഞ്ഞാൽ? പൂവെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ എന്ത് പേര് പറ? ലെജിൻ. എന്റെ പേര് വിജേഷ്. ഞാൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ചെറുപുഴ KNK അസോസിയേഷൻ എന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ വേറെ കലാപരമായിട്ട് പാട്ട് പാടാനോ കഴിവുണ്ടോ? പാട്ട് പാടാൻ അങ്ങനെ കഴിവില്ല. സൗണ്ട് കേട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് എന്താ പറയുക, പാട്ട് ആസ്വദിക്കാനുള്ള ഒരു പാടാൻ പറ്റും. ഓണപ്പാട്ട് 4 വരി പാടി 4 വരി പാടാൻ വേണ്ടിട്ട് അതിന്റെ ലിറിക്സ് കാര്യങ്ങൾ നമുക്ക് മാവേലി നാട് വാണിടും കാലം എല്ലാവർക്കും അറിയുന്നല്ലേ? അതെല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു 4 വരി നോക്കട്ടെ. പക്ഷെ ഈ പ്രേക്ഷകര് ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരു അരോചകമാവണ്ടെന്ന്. അല്ല, അവർ നമുക്ക് ഒന്നും കൊല്ലുന്നതിന് കുഴപ്പമില്ല. ഒരു പ്രാവശ്യം കൊല്ലുന്നതും പല പ്രാവശ്യം കൊല്ലുന്നതും ഒരുപോലെയല്ല. അപ്പോ A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു, സമ്മാനം മേടിച്ച് ഓണം അടിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോ നമ്മുടെ സെഡ് മൊബൈൽ A1 ചാനൽ, അതുപോലെ സെഡ് മൊബൈൽ ഒരുപാട് കളക്ഷൻസ് ഒക്കെ വന്നിട്ട് പുതിയ നമ്മളെ തിരുവനന്തപുരം റോഡില്. മനസ്സിലായി. അപ്പൊ അവിടെ പോവാ, നല്ല മൊബൈലൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ പോവാ. നല്ല EMI സൗകര്യമുണ്ട്, ചെറിയ റേറ്റിന് നല്ല മൊബൈലൊക്കെ ഉണ്ട്. കളക്ഷൻ നമുക്ക് അറിയാമല്ലോ. അപ്പൊ നമുക്കല്ല പക്ഷികൾ ഒരുപാട് ഇഷ്ടമാണ് അല്ലെ? പക്ഷികൾ ഇഷ്ടപ്പെടാത്ത ഒരു അപൂർവമായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര്. പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു കുസൃതി ചോദ്യം. എന്താ പറയാൻ പറ്റുമോ? കൂടുതൽ തല പുകയൊന്നും വേണ്ട, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു പക്ഷി പേരുണ്ട്. ഓക്കെ. അപ്പൊ A1 ന്യൂസിന്റെയും സെഡ് മൊബൈലിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ A1 ന്യൂസ് കാണണം. ഓക്കെ. ഓണാശംസകൾ. നമസ്കാരം. ആയിക്കോട്ടെ ചേട്ടാ. ഹലോ, നമസ്കാരം. പേര് പറ. കൃഷ്ണപ്രിയ, അഖില, ശില്പ.
എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ കമ്പനിയില് അക്കൗണ്ട്സ് ആയിട്ട്. എവിടെ? കൂടപ്പുറം. ഞാൻ ഇപ്പൊ വീട്ടില ചിറ്റാരിക്കാൻ അക്കൗണ്ട്സ്. ഇത് ഓണത്തിന്റെ പർച്ചേസിങ് ഇറങ്ങിയാണോ എല്ലാരും? അതല്ലേ, ഓണൊക്കെ എവിടം വരെയായി? ഇങ്ങനെ നടന്നോണ്ടിരിക്കും. അതല്ലേ, വീട് എവിടെയാ? വീട് കോടപ്പള്ളി. ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു, സമ്മാനങ്ങളായിട്ട് പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പോ എന്റെ ചോദ്യം തന്നെ, നമുക്ക് ഈ പക്ഷികൾ ഭയങ്കര ഇഷ്ടമല്ലേ അല്ലേ? അപ്പൊ ചോദ്യം എന്താന്ന് വെച്ചാല്, പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര് പറയാൻ പറ്റുമോ? അത് പച്ചക്കറിയുടെ പേര് തുടങ്ങുന്നത്. അതേ സമയമില്ല, പെട്ടെന്ന് പറയണത്. കുസൃതി ചോദ്യ, സിമ്പിള്. ക്ലൂ ഒന്നും തരില്ല, ഇത് കുസൃതി ചോദ്യല്ലേ, രക്ഷയില്ല. അപ്പൊ A1 ന്യൂസിന്റെയും സെഡ് മൊബൈലിന്റെയും ഓണാശംസകൾ കാണാം. നമസ്കാരം. നമസ്കാരം. പേര്? ഷിബു. സോണിയ. ഓണത്തിന്റെ പർച്ചേസിനും ഇറങ്ങിയായിരിക്കും അല്ലേ? അതല്ലേ, താമസം കടിമ. ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. അപ്പം ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, സമ്മാനമാകുന്നു, പോകുന്നു. ഓണം അടിച്ചു പൊളിക്കും. ഓക്കെ, റെഡി അല്ലേ? അപ്പോ നമുക്കെല്ലാം പക്ഷികൾ ഒരുപാട് ഇഷ്ടം അല്ലേ? പക്ഷികൾ ഇഷ്ടമല്ലേ? ചോദ്യം എന്താന്ന് വെച്ചാല്, ഒരുപാട് പച്ചക്കറി ഉണ്ട്, പടവലങ്ങ, പാവയ്ക്ക, കോവയ്ക്ക അല്ലേ? ഒരു പച്ചക്കറിയുടെ പേര് തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര് അറിയുന്നില്ല? അറിയില്ല. സമ്മാനം വേണ്ട? സമ്മാനം വേണ്ട. സമ്മാനം തന്നാ മേടിക്കാൻ അറിയില്ല. ഇതൊരു സമ്മാനം തന്നാൽ മേടിക്കാൻ അറിയില്ല എന്ന് പറയുന്നത്. അപ്പൊ A1 ന്യൂസിന്റെ സെഡ് മൊബൈലിന്റെ ഓണാശംസകൾ. ഓക്കെ, ഹാപ്പി ആണോ? ഹാപ്പി ആണോ? പിന്നെ നിങ്ങളോടല്ല പിന്നെ ആരും ചോദിക്കണ്ടേ? വന്നേ, നിങ്ങൾ നിൽക്കി. വാ. പേര്? ബിനോയ്. പണി വർക്ക് എന്താ? പെയിന്റിങ്. ഇത് A1 ന്യൂസ് അവതരിപ്പിക്കുന്ന സെഡ് മൊബൈൽ ഒരു ചോദ്യം ഒരു ഉത്തരം. ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നത്, സമ്മാനമാകാം. ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? കാണുന്നില്ലേ? A1 ന്യൂസ് കാണുന്നില്ലേ? അതുപോലെ സെഡ് മൊബൈൽ നമ്മുടെ തിരുവേൻ റോഡില്. അപ്പം പോവാ കേട്ടാ. നമുക്കെല്ലാം പക്ഷികൾ ഒരുപാട് ഇഷ്ടം അല്ലേ? അതെ. അപ്പോ പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര്. പച്ചക്കറി ഒരുപാടില്ല. ഇപ്പൊ പടവലങ്ങ, പാവയ്ക്ക, കോവയ്ക്ക അല്ലേ? അതുപോലെ പക്ഷികളുടെ ഒരു പക്ഷിയുടെ പേരുണ്ട്. ആ പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര്. തക്കാളി, ഒരു കാര്യം, ഞാൻ അത്ര സമയമൊന്നുമില്ല, നിങ്ങൾ മൊത്തം പച്ചക്കറി ആലോചിക്കാൻ സമയമില്ല. അധികം ഇതാ, നമ്മള് 1 മണിക്കൂർ നടന്നിട്ട് കിട്ടാത്ത ഉത്തരം 2 സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കണം. ഒരുപാട് സന്തോഷം. പറഞ്ഞില്ലേ? എന്താ പേര്? ജിതിൻ പറഞ്ഞിരിക്കണ്ടേ? എന്നാ നിങ്ങൾ സങ്കടപ്പെടുന്നു. അപ്പോ പ്രേക്ഷകർക്കും ഇപ്പൊ ഭയങ്കര ആകാംക്ഷയുണ്ടാവും, കാര്യം ഇത്രയും പേര് ചോദിച്ചിട്ട് പറയാത്തോണ്ട്. അപ്പോ ഉത്തരം എന്താന്ന് വെച്ചാൽ, പച്ചക്കറിയുടെ പേരിൽ തുടങ്ങുന്ന ഒരു പക്ഷിയുടെ പേര് എന്താന്ന് വെച്ചാല് വെള്ളരിപ്രാവ്. അതുകൊണ്ട് ഇത് സെഡ് മൊബൈൽ നൽകുന്ന ഒരു മനോഹരമായ സമ്മാനമുണ്ട്. അപ്പൊ സമ്മാനം സെഡ് മൊബൈൽ പോകണം, നല്ല ഒരുപാട് പർച്ചേസ് ഒക്കെ ചെയ്യണം. അതുപോലെ A1 ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യണം, കാണണം. ഓക്കെ, അപ്പൊ ഓണാശംസകൾ. ഓണാശംസകൾ. ഓക്കെ, ഓണാശംസകൾ. ഓക്കെ. ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 9207775577.